കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫെയർ പോർഷനാണ് 2026 ഏപ്രിലിൽ നടന്ന നിയമസഭാ ഇലക്ഷൻ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശത്തും ഇലക്ഷൻ നടന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് BD സതീശനാണ്. തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയ് ആണ്. C. ജോസഫ് വിജയ്, പാർട്ടി TVK. പുതുച്ചേരിയുടെ CM രംഗസ്വാമി, 5ാമത്തെ തവണയാണ് പുതുച്ചേരിയുടെ CM ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അസം CM ഹിമന്ത് ബിശ്വ ശർമ്മ. ബംഗാൾ CM സുവേന്ദു അധികാരി. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9-നായിരുന്നു. വോട്ടെണ്ണൽ മെയ് 4-നും. പ്രോട്ടേം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് G. സുധാകരനാണ്. MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നത് മെയ് 22-നുമാണ്. 16ാം നിയമസഭ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 77 വയസ്സാണ് ഇദ്ദേഹത്തിന്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ പ്രായത്തിലും അനുഭവ സമ്പത്തിലും ഒന്നാമനാണ്. KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ്. 2 തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയനാണ്. മണ്ഡലം ധർമ്മടം. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം AD തോമസ്, ആലപ്പുഴ മണ്ഡലം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം മണ്ഡലം. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം C. രവീന്ദ്രനാഥ്, 126 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. മണ്ഡലം മണലൂർ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ പിണറായി വിജയനാണ്. ഈ തവണത്തെ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ LDFനും UDFനും പുറമെ BJP സ്ഥാനാർത്ഥിയും മത്സരിച്ചിരുന്നു. 16ാം നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്: VD സതീശൻ ധനകാര്യം, പൊതുഭരണം, ആസൂത്രണം, നിയമം, തുറമുഖം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, IT ഒഴികെയുള്ള മറ്റൊരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത പ്രധാന നയകാര്യങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, AI സ്റ്റാർട്ടപ്പുകൾ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയിലുകൾ. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. മോൻസ് ജോസഫ് ജലസേചനം, ഭവന നിർമ്മാണം. ഷിബു ബേബി ജോൺ വനം, തൊഴിൽ, നൈപുണ്യ വികസനം. അനൂപ് ജേക്കബ് ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്. CP ജോൺ ഗതാഗതം. AP അനിൽകുമാർ റവന്യൂ. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. ബിന്ദു കൃഷ്ണ വനിതാ ശിശുവികസനം, ക്ഷീരവികസനം. M ലിജു സഹകരണം, എക്സൈസ്. KM ഷാജി തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹിക നീതി. T സിദ്ദിഖ് കൃഷി. KA തുളസി പട്ടികജാതി പട്ടികവർഗ വികസനം. OJ ജനീഷ് കായികം, രജിസ്ട്രേഷൻ. മന്ത്രിമാരും അവർ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളും: VD സതീശൻ പറവൂർ, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം, രമേശ് ചെന്നിത്തല ഹരിപ്പാട്, സണ്ണി ജോസഫ് പേരാവൂർ, K മുരളീധരൻ വട്ടിയൂർക്കാവ്, മോൻസ് ജോസഫ് കടുത്തുരുത്തി, ഷിബു ബേബി ജോൺ ചവറ, അനൂപ് ജേക്കബ് പിറവം, CP ജോൺ തിരുവനന്തപുരം, AP അനിൽകുമാർ വണ്ടൂർ, N ഷംസുദ്ദീൻ മണ്ണാർക്കാട്, PC വിഷ്ണുനാഥ് കുണ്ടറ, റോജി M ജോൺ അങ്കമാലി, ബിന്ദു കൃഷ്ണ കൊല്ലം, M ലിജു കായംകുളം, KM ഷാജി വേങ്ങര, PK ബഷീർ ഏറനാട്, VE അബ്ദുൾ ഗഫൂർ കളമശ്ശേരി, T സിദ്ദിഖ് കൽപ്പറ്റ, KA തുളസി കോങ്ങാട്, OJ ജനീഷ് കായംകുളം. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 11 വനിതകളാണ് വിജയിച്ചത്. 3 മുന്നണികളിൽ നിന്നായി 48 വനിതകൾ ജനവിധി തേടി. വിജയിച്ചവരിൽ 9 പേർ UDF, 2 പേർ LDF. LDFിൽ നിന്ന് വിജയിച്ചവർ OS അംബിക ആറ്റിങ്ങൽ, ഗീതാ ഗോപി നാട്ടിക. UDFിൽ നിന്ന് വിജയിച്ചവർ രമ്യ ഹരിദാസ് ചിറയിൻകീഴ്, ഷാനിമോൾ ഉസ്മാൻ അരൂർ, വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ, ഉഷ വിജയൻ മാനന്തവാടി, തുളസി ടീച്ചർ കോങ്ങാട്, ഫാത്തിമ തെഹലിയ പേരാമ്പ്ര,
ഉമാ തോമസ് തൃക്കാക്കര, ബിന്ദു കൃഷ്ണ കൊല്ലം, കെ രമ വടകര. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആണ് ഫാത്തിമ തെഹലിയ. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് LDFിൽ നിന്ന് AC മൊയ്തീൻ 35 വോട്ട്, UDFിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ട്, NDAയിൽ നിന്ന് BB ഗോപകുമാർ 3 വോട്ട്. 16ാം കേരള നിയമസഭയാണ് ഇപ്പോൾ രൂപീകരിച്ചത്. 24ാമത് കേരള മുഖ്യമന്ത്രിയാണ് VD സതീശൻ. 25ാമത് സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.